ഈ സ്ഥലത്തിന്റെ പേര് ആശ്രമക്കൊല്ലി എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീതാലയം പല പേരിലും പറയുന്നുണ്ട്. വയനാടാണ്. വയനാട്ടിലെ ആശ്രമക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് 12,000 വർഷം ഭഗവാൻ തപസ്സിരുന്ന്. ഈ കാണുന്ന മുഖം കാണാവോ നിങ്ങൾക്ക്? ടിപ്പു സുൽത്താൻ ഇവിടെ വരാന്നുണ്ടെങ്കിൽ വാൽമീകി ഒന്നുകൂടെ തീർച്ചയായും എവിടെ നിന്ന് വന്ന ആളാ? ഒരു തിലകം പോലെ അങ്ങയുടെ നെറ്റിയിലൊരു തേനീച്ച. കുറേ നേരമായി നമ്മൾ ഈ ക്യാമറ അറേഞ്ച് ചെയ്യുന്ന സമയം മുതൽ ഗുരുജി ഇങ്ങനെ ശല്യം ചെയ്യുകയാണോ അതോ ഗുരുജിയായിട്ട് എന്തെങ്കിലും സംവദിക്കുകയാണോ എന്ന് വെച്ചാൽ സാധാരണ ഇത് വന്നിരുന്ന ഞങ്ങളെയൊക്കെയാണ് കടിക്കും. അവർ കുറച്ചൊന്ന് അന്വേഷിക്കണ്ടേ വാൽമീകി ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ടിപ്പു സുൽത്താൻ ഇവിടെ വരാന്നുണ്ടെങ്കിൽ വാൽമീകി ഒന്നുകൂടെ ഇനി ഇതിന്റെ മുകളിൽ പോയാൽ സീതാദേവിയുടെ കാൽപാദമുണ്ട്. നമസ്കാരം. ഇന്ന് അമേസിംഗ് റേ എത്തി നിൽക്കുന്നത് വാൽമീകി ആശ്രമവും പരിസരവും, അതുപോലെ തന്നെ വാൽമീകി മഹർഷി ഒരുപാട് കാലം ധ്യാനത്തിലിരുന്ന ഒരു സ്ഥലത്താണ്. എൻ്റെ ഈ പുറകെ കാണുന്ന ഈ സ്ഥലം ഭഗവാന്റെ ധ്യാന കേന്ദ്രമായിരുന്നു. ഇതെപ്പോഴും വെളിച്ചത്തായി. ഇതെങ്ങനെയാണ് പുറം ലോകം അറിഞ്ഞത്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് മറ്റാരുമല്ല, നമ്മളോടൊപ്പം തസ്മൈ ഗുരുജിയാണ്. സ്വാമിജി ഞാൻ സ്വാഗതം ചെയ്യണം. നമസ്കാരം. നമസ്തേ. ഒരു തിലകം പോലെ അങ്ങയുടെ നെറ്റിയിലൊരു തേനീച്ച. കുറേ നേരമായി നമ്മൾ ഈ ക്യാമറ അറേഞ്ച് ചെയ്യുന്ന സമയം മുതൽ ഗുരുജി ഇങ്ങനെ ശല്യം ചെയ്യുകയാണോ അതോ ഗുരുജിയായിട്ട് എന്തെങ്കിലും സംവദിക്കുകയാണോ എന്ന് വെച്ചാൽ സാധാരണ ഇത് വന്നിരുന്ന ഞങ്ങളെയൊക്കെയാണ് കടിക്കും. അങ്ങനെ എന്തുകൊണ്ടാണ് കടിക്കാത്ത? എന്നെ സ്നേഹത്തോടെ ഇതിങ്ങനെ കടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഒരു കുട്ടി അമ്മയുടെ പാല് കുടിക്കുമ്പോൾ ചെറുതായിട്ട് കടിച്ചു വേദനിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കടിച്ച് ഒരു സുഖിപ്പിക്കുന്നുണ്ട്. എന്തോ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിനൊന്നും ശ്രമിക്കണില്ല എന്താ പറയാൻ ആഗ്രഹിക്കണമെന്നുള്ളത്. ഇപ്പൊ ധ്യാനാവസ്ഥയിലല്ലല്ലോ. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് ഇരിക്കുന്ന പുണ്യസ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതെ. എങ്ങനെയാണ് ഈ സ്ഥലം വാൽമീകി ഇവിടെയാണ് ധ്യാനത്തിലിരുന്നു എന്ന് അങ്ങക്ക് വെളിവായത് എപ്പോഴാണ്? ഇതിങ്ങനെ നമ്മളെ സിനിമാ കഥ പോലെ പറയാൻ പറ്റില്ല. കുറച്ച് എൻ്റെ കൂടെ യാത്ര ചെയ്താൽ മനസ്സിലാവും. നമ്മളോട് ഒരിക്കലും പ്രപഞ്ചം സംസാരിക്കുന്നത് റൂട്ട് മാപ്പ് ഇട്ട് തന്നിട്ടല്ല. നമ്മൾ ധ്യാനത്തിൽ പണ്ട് കണ്ടിട്ടുണ്ട് ഈ ഗുരുക്കന്മാരും ഋഷിമാരും ഒക്കെ ധ്യാനിക്കുന്നത്. അപ്പം ഞാൻ പണ്ടൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒപ്പം മരുത്വാമലയിൽ ഇരുന്നത്. അതുപോലെ മറ്റൊരു അനുഭവമാണ് വാൽമീകി ഭഗവാന്റെ കൂടെ അറിയാൻ പറ്റിയത്. വ്യാസഭഗവാൻ, എല്ലാ ഗുരു പരമ്പരകളും സപ്തർഷികളും എല്ലാവർക്കും ഈ എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ ശരി, ഞാൻ അറിയാമെന്ന് പറഞ്ഞല്ല. കാരണം അവർക്ക് എന്നെ അറിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എന്നെ അവർ അംഗീകരിക്കില്ല, എനിക്ക് അവരുടെ മുന്നിൽ ഇരിക്കാനും പറ്റൂല. അപ്പോൾ അവർ ക്ഷണിച്ചിട്ടാണ്, ആ ഗുരുക്കന്മാർ ക്ഷണിച്ചിട്ടാണ് എനിക്ക് ആ ഗുരുക്കന്മാരിരിക്കുന്ന സ്ഥലമായിട്ടുള്ള സംഭാലയിൽ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. സംഭാലയിൽ പോയി? അത് വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുള്ളതാണ്. അതെപ്പോഴും പോണതല്ല. അതങ്ങനെ ഒരു അനുഭവതലമായിരുന്നു. അത് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പോൾ വാൽമീകി ഭഗവാൻ ഒരു ഗുഹയിലിരിക്കുന്നുവെന്നും 12,000 വർഷം തപസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, തപസ് എന്ന് പറയുന്ന വാക്കിന് തന്നെ അർത്ഥം വ്യാപ്തി വേറെയാണ്. ചൂട്, നമ്മുടെ ഉള്ളിലാണ് ആ ചൂട് പിടിക്കുന്നത്. അപ്പോൾ ഏത് രൂപത്തിലാണ് ആ എനർജി ഇരിക്കണമെന്ന് നമുക്കറിയില്ല. എനിക്കറിയില്ല എന്നല്ല, സാമാന്യ എന്നെ പോലുള്ള ആൾക്കാർ അറിയില്ല. കാര്യം നമുക്ക് ഒരു നിമിഷം ശാന്തമായി ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റില്ല. ഇല്ല. കാര്യം 100 ചിന്തകളോ എന്തെങ്കിലുമൊക്കെ അലട്ടിക്കൊണ്ടിരിക്കും. അതെ. അപ്പം നമ്മൾ ആ ധ്യാനാവസ്ഥയിൽ ഒരിക്കലും പോയിട്ടില്ല. ഇല്ല. ചിലപ്പോൾ ഉറങ്ങുമ്പോൾ മാത്രമേ ഇരിക്കും. അത് ധ്യാനമല്ല. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ബോധം ക്ഷയിച്ചു പോണതാ. അതെ. ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ളൊരു നൂൽപ്പാലമാണിത്. അത് വളരെ ബോധപൂർവം യാത്ര ചെയ്യേണ്ടതാണ്. നമുക്കറിയാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞത് കൈയും കാലും അടിക്കാതെ അതെ കിടക്കുന്ന അപ്പോൾ മാത്രമാണ്. അപ്പോൾ ഇതിങ്ങനെ ചമ്മരമൊക്കെ കെട്ടി നമ്മളിങ്ങനെ നടുവൊക്കെ നിവർത്തി സമയങ്ങളോളം വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ്. അത് മുൻജന്മ വാസനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എത്തണത്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് എത്തണമല്ല. അപ്പോൾ വാൽമീകി ഭഗവാൻ എവിടെയോ ഇരുന്നതായിട്ട് എനിക്കറിയാം, ഇവിടെയൊന്നും എനിക്കറിയില്ല. ഈ സ്ഥലമാണെന്നോ ഇങ്ങനെ സംഭവത്തെ പറ്റി കേരളത്തിലാണെന്നോ അറിയില്ല. കേരളം ഇപ്പം ഉണ്ടായതല്ലേ. കേരളം ഉണ്ടാവുന്നതിന് മുമ്പ് ഭാരതം ഉണ്ടല്ലോ. എനിക്ക് അങ്ങ് ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര അഭിമാനബോധമൊക്കെ തോന്നി. എന്തെന്നറിയോ, നമ്മൾ ഈ
രാമായണമൊക്കെ ഹിന്ദിയിൽ കാണുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയാണെന്ന് തോന്നുന്നു 79. തൃക്കണ്ണിന്റെ അവിടെ വന്നിട്ടിരിക്കുക. അപ്പോൾ 79 കാലഘട്ടങ്ങളിലാണ് നമ്മൾ രാമായണം കാണുന്നത്. അപ്പം രാമാനന്ദ സാഗർ സീരിയൽ രൂപത്തിലേക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന അവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പം ആത്മീയ ഹിന്ദി ഒരു ഹിന്ദിക്കാരനാണ്, രാമനും ഒരു ഹിന്ദിക്കാരനാണ്. അപ്പം മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു സാധ്യതയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ അങ്ങ് പറഞ്ഞു ഇവിടെയാണ് അദ്ദേഹം തപസ് ചെയ്തെന്ന് പറഞ്ഞു, ആശ്രമം ഇവിടെയാണ് ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അഭിമാന ബോധമൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ ചെറിയ അഭിമാനമല്ല, ഭാരതത്തിൻ്റെ നല്ലത് മുഴുവൻ നോർത്ത് ഇന്ത്യക്കാർക്കേ ആവശ്യമുള്ളൂ, കേരളത്തിന് ആവശ്യമില്ല. കാരണം ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞു, കേരളം ഭൂപ്രകൃതി അനുസരിച്ചും ആത്മീയത അനുസരിച്ചും വളരെ താഴ്ന്നു കിടക്കുകയാണ്. ശരിക്കും കേരളം ഭൂപ്രകൃതി അനുസരിച്ച് ഉയർന്നു കിടക്കാറെന്നിരിക്കട്ടെ, ഭാരതം പിന്നെ രക്ഷപ്പെട്ടു വരുന്നു. പക്ഷേ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഏരിയ ഇതിങ്ങനെ വെച്ചിട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ കേരളം കിടക്കേണ്ടത് താഴ്ന്നല്ല, ഉയരണം. അത് ആത്മീയമായിട്ട് ഇനി ഉയർത്താനേ പറ്റുള്ളൂ. ആത്മീയമായിട്ട് ഉയരാനുള്ള ചാൻസ് ഏറ്റവും വീക്കായി കിടക്കുന്ന സമയമാണിപ്പോൾ. കാരണം അവിടെ ആത്മീയതയെ വെറുക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇപ്പോൾ അവിടെ കേരളത്തെ കൊണ്ടു കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ കുംഭമേളയൊക്കെ കണ്ടപ്പോൾ ഒരു ഹിന്ദുക്കളുടെയൊക്കെ ഒരു ഉണർവ് ഞാൻ കണ്ടതാണ്. ഞാൻ നേരിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ആളുകൾ വന്ന് സ്നാനം ചെയ്യാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഒരു പടിയിലേക്ക് എടുത്ത് വച്ചത് ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ സ്വാമി അശ്വതി തിരുനാൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഹത്തിനെ ഇവർ അടിച്ചുണർത്തി എന്നാണ് പറയുന്നത്. സത്യത എല്ലാ ചാനലിലും എല്ലാവരും ചേർന്ന് രാഷ്ട്രീയക്കാരെല്ലാവരും ചേർന്ന് ഉറങ്ങിക്കിടന്ന സിംഹത്തിനെ അടിച്ചുണർത്തി ഇനി അതിനെ ഉറക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം കണ്ടത്, ഒരു സന്യാസി എന്നുള്ളത്. അങ്ങോട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്. 100% അതാ കാണുന്നത്. ഇവിടെ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യയിൽ ഭാരതീയ സംസ്കാരം, സനാതന ധർമ്മം എന്താണെന്ന് ഉണർന്നുകൊണ്ടിരിക്കുക. കാരണം ആളുകൾ ഒറ്റയും തെറ്റയുമായിട്ട് നമ്മളോട് ചെയ്ത വിരുദ്ധതയും അല്ലെങ്കിൽ വിരുദ്ധ സംസാരങ്ങളും വിരുദ്ധ പ്രകടനങ്ങളും ഭാരതീയരായിട്ടുള്ള ഹിന്ദുക്കളെ ഉണർത്തുക ചെയ്തേക്കുന്നത്, സനാതന ധർമ്മത്തെ ഉണർത്തുക ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്തരം കേന്ദ്രങ്ങളും കൂടെ ഈ പ്രേക്ഷകരെ അറിയുമ്പോൾ അവർക്ക് ഇത്തിരി ഒരു ആവേശം ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും ഇങ്ങനെ അറിഞ്ഞാൽ പോരാ. ഞാൻ ഇങ്ങോട്ട് എത്തിയ ചരിത്രം വിട്ടോ, എങ്ങനെ എത്തി എന്നുള്ളത്. പക്ഷെ ഇത് സത്യമാണ്. കാരണം നിങ്ങളൊന്ന് ചരിത്രത്തിൽ കൂടെ യാത്ര ചെയ്യണം. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാൻ ആളുണ്ടാവും. അതുകൊണ്ട് ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യണില്ല. അവർ കുറച്ചൊന്ന് അന്വേഷിക്കട്ടെ വാത്മീകി ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ടിപ്പു സുൽത്താൻ ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ വാത്മീകി ഒന്നുകൂടെ. തീർച്ചയായും. എവിടെ നിന്ന് വന്ന ആളാ? വേറൊരു രാജ്യത്തുനിന്ന് കറങ്ങി തിരിഞ്ഞ് ടിപ്പു സുൽത്താൻ വന്ന് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 14-15 കിലോമീറ്റർ അപ്പുറം വരെ, ഇതിൻ്റെ 15-16 കിലോമീറ്റർ അപ്പുറം വരെ വന്നു. അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ളതല്ല. അപ്പോൾ ഇത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് ആത്മീയത തേടി അല്ലെങ്കിൽ ആത്മീയതയുടെ യാത്ര ഇതിൽ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഹനുമാൻ മരുത്വാമല, ഇത് പിന്നെ ശ്രീലങ്ക, പിന്നെ വ്യാസമുനിയുടെ സ്ഥലം, പിന്നെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു മലയുണ്ടല്ലോ, എന്താണ് എൻ്റെ നാവില്, അല്ലല്ല വേറൊരു ഗുരുവിൻ്റെ, അഗസ്ത്യമുനിയുടെ. ഈ സ്ഥലത്തിന്റെ പേരും കൂടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻട്രോയിൽ പറയാൻ വിട്ടുപോയി. ഈ സ്ഥലത്തിന്റെ പേര് ആശ്രമക്കൊല്ലി എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീതാലയം പല പേരിലും പറയുന്നുണ്ട്. വയനാടാണ്. വയനാട്ടിൽ ആശ്രമക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് 12,000 വർഷം ഭഗവാൻ തപസ്സിരുന്ന്. ഈ കാണുന്ന മുഖം കാണാവോ നിങ്ങൾക്ക്? ഈ കാണുന്ന മുഖത്തിലാണ് നേരത്തെ അതൊരു ആൾക്ക് ഇറങ്ങി പോകാവുന്ന കുഴിയായിരുന്നു. ഇത് മുഴുവൻ പുഴയായിരുന്നു എന്നാണ് ഇവിടെയുള്ള പൂർവികർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പുഴയ്ക്കരികിലായിരുന്നു ഈ പാറ ഇരുന്ന്. ഈ പാറയുടെ കട്ടിങ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇത് നേരത്തെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാറയായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ വാമുഖമായിരുന്നു. കാലങ്ങൾ കൊണ്ട് ഇതിനെ ആരും അംഗീകരിക്കാതെ ആളുകൾ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലേക്ക് ആക്കിയപ്പോൾ ഇത് ശരിക്കും ശപിക്കപ്പെട്ടൊരു, ഇവിടെ നിന്നൊരു ശാപം പോലെയായിട്ട് മാറി. ഇവിടം ഇതിൽ നിന്ന് ഒരു പ്രോസ്പെരിറ്റിയും ആർക്കും കിട്ടാത്തൊരവസ്ഥയായിട്ട് മാറി. എന്തുകൊണ്ടാണത്? കാരണം ഗുരുക്കന്മാരെ മാനിക്കാത്ത സമൂഹത്തെ പിന്നെ ഗുരുക്കന്മാരെ തിരിഞ്ഞു നോക്കുമോ? ആരെങ്കിലും സമീപിക്കണ്ടേ? ഈ നാടിന് പറ്റിയത് എന്തായിരുന്നു? ഈ നാടിന് പറ്റിയതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുറെ നോർത്തിൽ നിന്ന് സ്വാമിമാർ ഇവിടെ ഇത് മനസ്സിലാക്കി അവരിതിനെ തേടി വന്നതാ. പല ആളുകളും ഇവിടുന്ന് ഉപദ്രവിച്ച് തന്നെ ഓടിച്ചു. അത് ആ ഗുരുക്കന്മാരോട് ചെയ്യുന്ന ഒരു നിന്ദയാണ്. അതിനകത്ത് ചിലപ്പോൾ ആരെങ്കിലും നമ്മളെപ്പോലെ ഉള്ളവർ കാണും,
ചിലപ്പോൾ ശ്രേഷ്ഠരായിട്ടുള്ള മറ്റാരെങ്കിലും കാണും. ഈ നാട്ടിൽ നിങ്ങൾ പോയി ഓരോ ഇൻഡിവിജ്വൽ വീട്ടിലും നോക്ക്, അനർത്ഥവും അപകടമരണവും ആത്മഹത്യയില്ലാത്ത വീടുകളില്ല ഇവിടെ. മുഴുവൻ ഏരിയ. അത് ഇത്രയും പരിപാവനമായി നമ്മൾ പറയുന്നു. സീതാദേവി ഉണ്ടായിരുന്ന, ലവകുശന്മാർ ഓടി നടന്ന, അപ്പം വലിയൊരു മഹർഷി നമുക്ക് തന്ന അത്രയും പവർഫുള്ളായുള്ള ആളുകളുള്ള, അല്ലെങ്കിൽ അവരുടെ കാൽപാദം പതിഞ്ഞ ഈ സ്ഥലത്ത് അനർത്ഥങ്ങൾ നടന്നിരുന്നു. ഈ വഴിക്കേ കൂടെയാണ് ആൾക്കാർ മീൻ മേടിച്ചുകൊണ്ട് പോണത്. അപ്പുറം മാറ്റിയിട്ടാണ് ആളുകൾ മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുന്നത്. ഇത് ആളുകൾക്ക് ഇന്ന സ്ഥലമൊന്നുമില്ല. ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പം ഇന്ന് കള്ളു കുടിക്കാനും തമാശ കളിക്കാനും ഒളിഞ്ഞിരുന്ന് നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ ചെലവഴിക്കാനും വേണ്ടിയിട്ടുള്ള ചില സൂത്ര ഏരിയകളായിട്ട് കണ്ടു കഴിഞ്ഞു. ആത്മീയ കേന്ദ്രം എന്നുള്ളത് വിട്ടുപോയി. ഇപ്പോഴും നമ്മളിത് അവിടെ മുകളിൽ നിൽക്കാന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പലരും ഇവിടെ വരുന്നുണ്ട്. അതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആളില്ല. അവർക്കൊന്ന് ഇരിക്കണമെങ്കിൽ ഒരു ബെഞ്ചില്ല, അതിനുള്ള സൗകര്യമില്ല. ആത്മീയത എന്ന് പറയുന്ന ഈ ഭൂമിയിൽ നിന്നേ പോയി. നേരെ മറിച്ച് ഇവിടെ വന്നേച്ച് ഒരു കള്ളുഷാപ്പ് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറം മാറിയിട്ട് മാതൃകാ കള്ളുഷാപ്പ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് വരുന്ന വഴിയിൽ. ഇതൊക്കെ ആളുകൾക്ക് താല്പര്യമുള്ളൂ. ധർമ്മത്തോടൊന്നൊരു മൂല്യമില്ലാണ്ടായി മാറിക്കഴിഞ്ഞു. ആത്മീയതയ്ക്കൊരു പ്രാധാന്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് നന്മ വരാൻ വേണ്ടിയിട്ടാണ് ചെറിയ 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 പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ കുടുംബത്തിൽ അനർത്ഥമോ ഒരു ബുദ്ധിമുട്ടോ വരുമ്പോൾ ഞാനാണ് മാറേണ്ടത്, വേണ്ടേ? തീർച്ചയായും. പക്ഷെ ഞാൻ മാറില്ല. ഞാൻ ഒന്നുകൂടി വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇറങ്ങിയാണെങ്കിലോ, ഒരു കുട്ടിയെ കുറ്റം ചെയ്യുമ്പോൾ ടീച്ചർ വഴക്ക് പറയും. ടീച്ചർക്ക് കൊട്ടേഷൻ കൊടുത്താൽ പിന്നെ ടീച്ചർ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ടീച്ചർ ആ പരിപാടിയെ നിർത്തിക്കളയും. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഗുഹയുടെ മുഖം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഈ പാറയുടെ ഓരോ വിള്ളൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്ക്. ഈ പാറ ഒരു എന്താ പറഞ്ഞ ഈ ഒരു ലോക്കിംഗ് മെത്തേഡ് മാതിരിയാ. എന്തോ ഒരു സാധനം ഉള്ളിൽ നിന്ന് ഈ ഇരിക്കുന്ന ഈ പാറയില്ലേ, ഇത് ഇതിന്റെ മുകളിൽ നിന്ന് അടർന്നു വീഴുന്നതാണെന്ന് പണ്ടുള്ള ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് വീഴുന്ന ഭാഗത്ത് ഇതിന്റെ അടിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ ആ സംഭവിച്ച സമയത്ത് ഇത് മുഴുവൻ ഒരു പ്രത്യേക രീതിയിൽ ടിക് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ അടഞ്ഞേക്കുക. ഒരു ലോക്കായേക്കാം. കീറലുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു പ്രത്യേക രീതിയിൽ ലിഫ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഗുഹ എങ്ങനെയായിരുന്നു കാണാൻ പറ്റും. ഇനി ഇതിന്റെ മുകളിൽ പോയാൽ സീതാദേവിയുടെ കാൽപാദമുണ്ട് ഇതിന്റെ മുകളിൽ. അപ്പൊ ആരും കൊത്തി വെച്ചേക്കണമെന്നല്ലോ.